എന്തൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാക്കിയാലും മനുഷ്യ ഇത്ര ഉള്ളെന്ന് നമുക്ക് ആത്മീയമായിട്ട് നമുക്ക് എല്ലാ നേരം മനസ്സിലാക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് എന്താണ് കുംഭമേള എന്ന് അറിയാത്ത ഒത്തിരി പേരുണ്ട്. ഇന്ന് ഞാൻ ഈ വീഡിയോ സമയം വരെ ഏകദേശം 8 കോടി പേര് ഈ ഒരു വലിയൊരു കുംഭമേള കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ കുംഭമേളയ്ക്ക് കുംഭമേളയ്ക്ക് 180ഓളം പേര് മരിച്ചു. 12 കുംഭമേള ഒന്നിക്കുമ്പോൾ കുംഭമേള, അതായത് 114 വർഷം മുമ്പാണ് ആദ്യത്തെ കുംഭമേള നടന്നത്. അതിനുശേഷമുള്ള ഒരു കുംഭമേളയാണ് ഈ ഒരു കുംഭമേള. അപ്പൊ ഈ കുംഭമേള കാണാൻ പോകുമ്പോൾ അത്ര വലിയ രസമില്ല. കാര്യം ഇനി ഈ ഒരു യുഗത്തിൽ ഈ കുംഭമേള ഇനി നമുക്ക് ആർക്കും കാണാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു കുംഭമേളയാണ് ആസ്വദിക്കാൻ പോകുന്നത്. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇതുവരെ മെമ്പർ ആയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മെമ്പർ ആവാൻ മറക്കല്ലേ. വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡ് സ്വാഗതം. ഇന്നത്തെ ഒരു യാത്ര ഒരു വലിയൊരു യാത്രയാണ്. കാര്യം ഒത്തിരി ആൾക്കാര് ഇവിടെ പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ആഗ്രഹമാണ്. കാശി, അതായത് വാരണാസി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് വാരണാസി. പക്ഷേ ഈ യാത്രയിൽ ഒരു പ്രത്യേകത ഉണ്ട്. കാര്യം ഇവിടെ ഒരു കുംഭമേള നടക്കുന്നത്. കാര്യം ഒരു 12 വർഷത്തെ ഒരിക്കലാണ് ഈ ഒരു കുംഭമേള. ഇന്നലെയാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇന്നലെ ട്രെയിൻ ഭയങ്കര ക്രൗഡായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് രാവിലെ ചെങ്കൽപ്പേട്ട എന്നൊരു ജംഗ്ഷൻ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ചെന്നൈ അടുപ്പിച്ചാണ് ഈ ഒരു സ്ഥലം. അപ്പൊ മൊത്തത്തിൽ നമുക്ക് 2 ഡേ ആണ് നമുക്ക് ട്രാവലിംഗ് വരുന്നത്. ഇന്നിപ്പം ഫസ്റ്റ് മോർണിംഗ് ആയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് രാവിലെ ഇപ്പൊ 10 മണി ആയപ്പോൾ നമ്മൾ ചെങ്കൽപ്പേട്ട റീച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1.5 ദിവസം നമുക്ക് ട്രാവലിംഗ് ഉണ്ട്. ട്രാവലിംഗ് ഓക്കെയാണ്. അപ്പൊ ഈ 2 ദിവസമാണ് മൊത്തത്തിൽ നമ്മൾക്ക് വാരണാസിക്ക് പോകേണ്ട ആ ഒരു ജേർണി. പക്ഷേ ട്രെയിൻ യാത്ര ഒരു വളരെയധികം ആസ്വദിക്കാൻ പറ്റിയത്. നമുക്ക് പല സ്ഥലങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റിയ ഒരു യാത്രയാണ്. അപ്പൊ നമ്മുടെ യാത്ര വാരണാസി ആണെങ്കിലും മെയിനായിട്ട് കുംഭമേള കാണാനാണ് പോകുന്നത്. അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് എന്താണ് കുംഭമേള എന്ന് അറിയാത്ത ഒത്തിരി പേരുണ്ട്. അപ്പൊ ഞാൻ അതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് അസുരന്മാരും ദേവന്മാരും തമ്മിൽ വലിയൊരു യുദ്ധം ഉണ്ടായി. അങ്ങനെ യുദ്ധത്തിന്റെ ഫലമായിട്ട് അസുരന്മാർക്ക് അമൃത് കിട്ടി. അങ്ങനെ ആ യുദ്ധം 12 ദിവസമാണ് നീണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം 1 വർഷമായിട്ടാണ് ഈ അസുരമായ യുദ്ധത്തിൽ നമ്മൾ കണക്കായത്. അങ്ങനെ 12 വർഷത്തിൽ ഒരിക്കലാണ് ഈ ഒരു കുംഭമേളയുടെ ഒരു ആഘോഷം. പിന്നെ ഈ നടന്ന വലിയ ഒരു യുദ്ധത്തിൽ ഈ അമൃത് ഈ അസുരന്മാരെ കയ്യിലെത്തി. അങ്ങനെ ആ അമൃത് തട്ടിയെടുക്കുന്ന നമ്മുടെ മഹാവിഷ്ണു മോഹിനി വേഷം എടുത്തു. അങ്ങനെ അമൃത് കൊണ്ട് അങ്ങനെ നമ്മൾ ആ അസുരമായ കയ്യിൽ നിന്ന് ദേവം കയ്യിലാക്കി. അപ്പൊ ഇതാണ് ഇതിന്റെ ഐതിഹ്യം. ഈ കുംഭമേള എന്ന് എടുത്തു പറയാൻ കാര്യം, ഈ 12 വർഷത്തിൽ ഒരിക്കൽ നടങ്ങിയ കുംഭമേള 12 to 12 144 വർഷം ആകുമ്പോഴാണ് ഈ ഒരു കുംഭമേള. അതായത് ഇന്ന് നമ്മളെ ഈ ഒരു ജനറേഷൻ കാണാൻ പറ്റിയ ഒരു കുംഭമേള ഇത് മാത്രമേ ഉള്ളൂ. കാര്യം ഇത് കഴിഞ്ഞ് അടുത്തൊരു 144 വർഷം കഴിഞ്ഞാൽ മാത്രമേ അടുത്തൊരു കുംഭമേള നമുക്ക് കാണാൻ പറ്റൂ. ഒരിക്കലും അത് നമ്മളെ ഇന്ന് ഉള്ള ഈ ഒരു ജനറേഷൻ അതൊക്കെ കാണാൻ പറ്റില്ല. ഈ ഒരു വലിയ കുംഭമേള ജാനുവരി 14 തന്നെ തുടങ്ങി. ഇന്ന് ഞാൻ ഈ വീഡിയോ സമയം വരെ ഏകദേശം 8 കോടി പേര് ഈ ഒരു വലിയൊരു കുംഭമേള കണ്ടു കഴിഞ്ഞു. അപ്പം അവർ പറയുന്ന ഒരു കണക്കനുസരിച്ച് ഈ വർഷം ഒരു 80 കോടി പേര് കൂടുതലെങ്കിലും ഈ ഒരു കുംഭമേള വരുമെന്നും ഇതിൽ പങ്കെടുക്കും എന്നാണ് അവകാശപ്പെടുന്നത്. ഒരു കാര്യം എടുത്തു പറഞ്ഞവര്, ഇതിനു മുമ്പ് 1886 നടന്ന കുംഭമേള ഏകദേശം 20 കോടി പേരാണ് ആ ഒരു കുംഭമേളയില് പങ്കെടുത്തത്. അപ്പൊ ഇത്രയും 144 വർഷം കഴിഞ്ഞ ഈ ഒരു കുംഭമേളയ്ക്ക് നമുക്ക് എത്ര കോടി പേര് വരുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം എടുത്തു പറഞ്ഞാൽ ഇതിന്റെ കഴിഞ്ഞ കുംഭമേളയ്ക്ക് കുംഭമേളയ്ക്ക് 180ഓളം പേര് മരിച്ചു. അപ്പൊ ഇതിൽ പോകുന്നവർ പങ്കെടുക്കുന്ന മാക്സിമം നമ്മളെ സേഫ്റ്റി നമ്മൾ തന്നെ നമുക്ക് അത്രയ്ക്കും ആൾക്കാർ തിരക്കും കാര്യങ്ങളായിരിക്കും. അപ്പൊ മാക്സിമം നമ്മൾ സേഫ്റ്റി നമ്മളെല്ലാം നോക്കണം. അത് എല്ലാവർക്കും പോകാൻ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മളെ വാരണാസി, കാശി, ബനാറസ്. ഇതെല്ലാം ഒരു സ്ഥലമാണ്. അപ്പൊ എല്ലാവർക്കും പോയ ആത്മീയമായിട്ടും അല്ലെങ്കിൽ അവിടുത്തെ ഒരു കൾച്ചർ മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവർക്കും പോകാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണിത്. അപ്പൊ ഞാനും ഒത്തിരി വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഈ ഒരു യാത്ര എനിക്ക് കിട്ടിയത്. പക്ഷെ ഈ യാത്ര ഒരു എടുത്തു പറയുന്ന കാരണം വെച്ചാൽ ഇവിടെ ഇപ്പൊ ഒരു കുംഭമേള നടക്കുകയാണ്. കുംഭമേള എന്ന് പറഞ്ഞ ഒരു 12 വർഷം ഒരിക്കലാണ് ഒരു കുംഭമേള നടക്കുന്നത്. പക്ഷെ ഈ കുംഭമേള പ്രത്യേകം വെച്ചാൽ 12 കുംഭമേള ഒന്നിക്കുമ്പോൾ കുംഭമേള, അതായത് 114 വർഷം മുമ്പാണ് ആദ്യത്തെ കുംഭമേള നടന്നത്. അതിനുശേഷമുള്ള ഒരു കുംഭമേളയാണ് ഈ ഒരു കുംഭമേള. അപ്പൊ ഈ കുംഭമേള കാണാൻ പോകുമ്പോൾ അത്ര വലിയ രസമില്ല. കാര്യം ഇനി ഈ ഒരു യുഗത്തിൽ ഈ കുംഭമേള ഇനി നമുക്ക് ആർക്കും കാണാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു കുംഭമേളയാണ് ആസ്വദിക്കാൻ പോകുന്നത്. പിന്നെ അറിയാം, മനുഷ്യൻ ഇത്രേ ഉള്ളൂ. എന്തൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാക്കിയാലും മനുഷ്യൻ ഇത്രേ ഉള്ളെന്ന് നമുക്ക് ആത്മീയമായിട്ട് നമുക്ക് എല്ലാ നേരം മനസ്സിലാക്കുക നമ്മളെ വാരണാസി. അപ്പം അവിടുത്തെ ഒരു കൾച്ചർ ഈ ഒരു കുംഭമേള ഏകദേശം 80 കോടി അധികം ആൾക്കാർ
കൂടുതൽ വരുമെന്നാണ് അവകാശപ്പെടുന്നത്. ഇപ്പൊ തന്നെ കുംഭമേള സ്റ്റാർട്ട് ചെയ്തിട്ട് 3 ദിവസമായി. നമ്മൾ ജാനുവരി 14-ാം തീയതി കുംഭമേള സ്റ്റാർട്ട് ചെയ്തത്. 1 മാസമാണ് കുംഭമേളയുടെ അവിടുത്തെ ഒരു ആഘോഷം. വലിയൊരു ആൾക്കൂട്ടത്തിന്റെ വലിയൊരു ആഘോഷമാണ് കുംഭമേള. അപ്പൊ അത്രയും അവിടുത്തെ ഒരു ആത്മീയമായിട്ടുള്ള സംഭവങ്ങളും അവിടുത്തെ ബാക്കിയുള്ള ആചാരങ്ങളും എന്താണെന്ന് നമുക്ക് കാണാം. അപ്പൊ ഇന്നിപ്പോ ഡേ 1 ഇപ്പൊ നമ്മൾ ചെങ്കൽപ്പെട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഒരു ദിവസവും ഇനി 5 മണിക്കൂറുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി വിശേഷങ്ങൾ ട്രെയിനിലെല്ലാം നമുക്ക് കാണാം. അപ്പൊ ഈ ചാനലിൽ ഫോളോ ചെയ്യുക. ഇനിയുള്ള എന്താണ് ശരിക്കുള്ള വാരണാസി, എന്താണ് വാരണാസിയിലെ വിശേഷങ്ങൾ, ഈ കുംഭമേളയിൽ എന്തൊക്കെയാണ് നമുക്ക് കാണേണ്ടിയുള്ളത്, അങ്ങനെ എല്ലാം നമുക്ക് ഈ ഒരു ചാനലിൽ കാണാം. അപ്പൊ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക.